ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്തതും ഒരു കുട്ടി കവിതയാണ്. നമ്മുടെ കവിതയുടെ പേരാണ് പിള്ള. പിള്ള എന്ന് പറഞ്ഞാൽ പപ്പി, നായ്ക്കുട്ടി കേട്ടോ. ഇത് എഴുതിയിട്ടുള്ളത് സഫ്ദർ ഹാഷ്മിയാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല കുഞ്ഞൊരു കവിത ഉണ്ട്. കൂട്ടുകാർക്ക് കവിത കേൾക്കാൻ ഇഷ്ടമാണോ? കവിത പാടാൻ ഇഷ്ടമാണോ? ടീച്ചർക്ക് കവിത ഒന്നും പാടാൻ അത്രയ്ക്ക് അറിയില്ല, എന്നാലും നമുക്ക് ഇതൊന്ന് പാടി നോക്കിയാലോ? ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? അപ്പം എല്ലാവരും കൂടെ പാടിക്കോളൂ. നീതു കാതാ പിള്ള ഏക് बदन पे उसके रुवे अनेक छोटी टांगे लंबी पूछ भूरी थाड़ी काली मूछ मक्की से वह लड़ता था गड़े गड़े गिर पड़ता था. കൂട്ടുകാരെ, കവിത ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഇതിനും നന്നായി പാടൂലേ? ഓക്കെ, ഇനി നമുക്കിതിൽ ഓരോ വരിയുടെയും അർത്ഥം പറഞ്ഞു പോവാം. ഓക്കെ, അപ്പം നമ്മുടെ നീതുവിനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ? ടോമി എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചു നീതുവിന് ഒരു നായക്കുട്ടീനെ കിട്ടിയില്ലേ? അപ്പോൾ ആ നായക്കുട്ടീനെ കുറിച്ചിട്ട് ഒരു കവിതയാണ്. നീതു ഖാദ പിള്ള ഏക്. നീതുവിന് ഒരു പിള്ള പറഞ്ഞ നായക്കുട്ടി ഉണ്ടായിരുന്നു. നീതുവിന് ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു. അടുത്ത വരി എന്താ നോക്കിയേ? ബദൻ പെ ഉസ്കെ രുവേ അനേക്. അടുത്ത വരി ബദൻ പെ ഉസ്കെ രുവേ അനേക്. ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം. ആ നായക്കുട്ടിയുടെ ശരീരത്തിൽ ഉസ്കെ അതിൻ്റെ രുവേം എന്ന് പറഞ്ഞ രോമങ്ങൾ. അതിൻ്റെ ശരീരത്തിൽ രോമങ്ങൾ. അനേക് എന്ന് പറയുന്നത് അനേകം, ലോഡ്സ് ഓഫ്, മെനി അല്ലേ? ആ നായക്കുട്ടിയുടെ ശരീരത്തിൽ ഒരുപാട് രോമങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? നല്ല ക്യൂട്ടായിട്ടുള്ള നായക്കുട്ടി. ആ നായക്കുട്ടിയുടെ മേൽ മൊത്തം രോമങ്ങളുണ്ട്. അടുത്ത വരി ചോട്ടി ഠാങ്കെ ലംബി പൂഞ്ച്. ആ നായക്കുട്ടിക്ക് ചോട്ടി ഠാങ്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാലുകളും, ചോട്ടി ഠാങ്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാലുകളും, ലംബി പൂഞ്ച്, ലംബി എന്ന് പറഞ്ഞാൽ നീളമുള്ള, പൂഞ്ച് എന്ന് പറഞ്ഞാൽ വാല്, നീളമുള്ള വാലും ഉണ്ടായിരുന്നു. അടുത്തത് ഭൂരി ധാടി കാലി മൂഞ്ച്. ഭൂരി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറം, ബ്രൗണിഷ് കളർ. ധാടി എന്ന് പറഞ്ഞാൽ താടി തന്നെ, നമ്മുടെ താടി രോമല്ലേ, അതിനെയാണ് ധാടി എന്ന് പറയുന്നത്. അടുത്തത് കാലി മൂഞ്ച് എന്ന് പറഞ്ഞാൽ കറുത്ത മീശ. കാലി എന്ന് പറഞ്ഞാൽ എന്താ? കറുപ്പ്. മൂഞ്ച് എന്ന് പറഞ്ഞാൽ മീശ. അടുത്തത് മക്കി സേ വഹ് ലഡ്താദ. മക്കി എന്ന് പറഞ്ഞാൽ ഈച്ചയുമായിട്ട് അവൻ ലഡ്താദ എന്ന് പറഞ്ഞാൽ തല്ലുകൂടുക, പൊരുതുക അല്ലേ? അടുത്തത് ഗഡേ ഗിർ പടുത്താത. പിന്നെന്താ? ഗഡേ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഗിർ പടുത്താത, താഴെ വീഴുന്നു. അപ്പോൾ ഇതാണ് കവിത. ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്ന് കുട്ടികളോട് ചോദിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താ? പിള്ള കിസ്കാദ. പിള്ള നായ്ക്കുട്ടി ആരുടെ ആയിരുന്നു? ഉത്തരം പറഞ്ഞേ. ഓ യെസ്, നീതുക്ക. അടുത്ത ചോദ്യം, പിള്ളാക്കെ ബദൻ മേ ക്യാദാ. ആ നായ്ക്കുട്ടിയുടെ ശരീരത്തിൽ എന്തായിരുന്നു? രുവേ അനേക് അല്ലേ? രോമങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, പിള്ളാക്ക ഠാങ്കേം കൈസേതാ. ആ നായ്ക്കുട്ടിയുടെ കാലുകൾ എങ്ങനെയായിരുന്നു? ചോട്ടി ഠാങ്കേം. അടുത്തത് പിള്ളാക്ക പൂഞ്ച് കൈസാദാ. വാലെങ്ങനെ ഉണ്ടായിരുന്നു? ലംബി പൂഞ്ച്. നെക്സ്റ്റ്, പിള്ളാക്ക ദാടി കൈസാദാ. താടി എങ്ങനെയായിരുന്നു? ഭൂരി താടി അല്ലേ? നല്ല തവിട്ട് നിറമുള്ള താടിയായിരുന്നു. അടുത്തത് പിള്ളാക്ക മൂഞ്ച് കൈസാദാ. കാലി മൂഞ്ച്, കറുത്ത മീശയായിരുന്നു. അടുത്ത ചോദ്യം, കിസ്കോ വഹലെടുത്താതാ. ആരുമായിട്ടാണ് തല്ലുകൂടിയിരുന്നത്? ആൻസർ മക്കീസേ. അടുത്തത് ഗഡേ കോൻ ഗിർത്താതാ. ആരാണ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീഴുന്നത്? പിള്ള. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ കവിത മനസ്സിലായോ? കവിതയുടെ അർത്ഥം മനസ്സിലായോ? ഇനി പാഠത്തിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അതും കൂടി ഇപ്പോൾ പറഞ്ഞാലോ? ഇനി പേജ് നമ്പർ 23 ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ഹം ബി ജോഡേ. നമുക്ക് യോജിപ്പിക്കാം, നമുക്ക് കൂട്ടിച്ചേർത്ത് എഴുതാം. ആദ്യം ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിള്ള എന്തോ കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? ക്യാ ഖാന പസന്ദ. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, ക്യാ ഖാന പസന്ദ, എന്തു ഭക്ഷണമാണ് അവന് ഇഷ്ടം.
പിള്ളയ്ക്ക് എന്ത് ഭക്ഷണമാണ് ഇഷ്ടം? അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ക്യാ എന്നുള്ളതാണ് ചോദ്യം അല്ലേ, എന്ത്. അപ്പോൾ എന്ത് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ഭക്ഷണമാണ് ഇഷ്ടം? ബിസ്ക്കറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ എന്ത് എന്നുള്ളിടത്ത് ബിസ്ക്കറ്റ് എഴുതുക, എന്നിട്ട് ബാക്കിയുള്ളത് അതേപോലെ എഴുതുക. ബിസ്ക്കറ്റ് ഗാന പസന്ദിത, ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമായിരുന്നു. അടുത്തത് നോക്കൂ, അടുത്ത പിക്ചറിൽ എന്താണ്? ഒരു ഫാനിൻ്റെ ചോട്ടിൽ പിള്ള കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണ് ചോദ്യം? കിസ്കെ നീച്ചെ സോത്താത, എന്തിൻ്റെ താഴെയാണ് ഉറങ്ങിയിരുന്നത്? കിസ്കെ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ. അപ്പോൾ നമുക്ക് ആ കിസ്കെ എന്നുള്ളതിൻ്റെ പകരം ഉത്തരം എന്താണ്? ഫാനിൻ്റെ താഴെയല്ലേ. ഫാനിന് ഹിന്ദിയിൽ പങ്ക് എന്നല്ലേ പറയുക, പങ്ക. അപ്പോൾ ആൻസർ എഴുതിക്കോളൂ, പങ്കേക്കെ നീച്ചെ സോത്താത, ഫാനിൻ്റെ താഴെയാണ് ഉറങ്ങിയിരുന്നത്. അടുത്തത് നമ്മുടെ പിള്ള ടോമി ഇതാ ബോൾ കളിക്കുന്നുണ്ടല്ലേ. ചോദ്യം, കിസ്കെ സാത്ത് കേൾത്താത, ആരുടെ കൂടെയാണ് കളിക്കാറ്? ആരുടെ കൂടെയാണ്? അപ്പോൾ കിസ്കെ എന്ന് പറഞ്ഞാൽ ആരുടെ. അപ്പോൾ ആ കിസ്കെ എന്നുള്ളടത്ത് നമ്മൾ ആരുടെ കൂടെയാണ്? നീതുവിൻ്റെ അല്ലേ. അപ്പോൾ അവിടെ നീതു എന്ന് എഴുതുക. അപ്പോൾ ആൻസർ നോക്കൂ, നീതു കെ സാത്ത് കേൾത്താത, നീതുവിൻ്റെ കൂടെയാണ് കളിക്കാറ്. ഇനി അടുത്ത ആക്ടിവിറ്റി, ഇൻകി മദദ് സേ കവിതാമേ പങ്ക്തിയാ ജോഡേ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ പരിചയപ്പെട്ടു ഇല്ലേ. ആ ആൻസറുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ ഉത്തരങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് വേണം നമ്മൾ കുറച്ച് പങ്ക്തിയാ ജോഡേ, കുറച്ച് വരികൾ കൂട്ടിച്ചേർക്കണം. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്തായിരുന്നു? ബിസ്ക്കറ്റ് ഗാന പസന്ദിത. അപ്പോൾ അതെഴുതി. രണ്ടാമത്തെ പങ്കേക്കെ നീച്ചെ സോത്താത. മൂന്നാമത്തെ നീതു കെ സാത്ത് കേൾത്താത. അപ്പോൾ 3 എണ്ണമാണ് നമ്മൾ എഴുതിയത്. ഇനി നാലാമത് ഒരെണ്ണം നമ്മൾ കൂട്ടിച്ചേർക്കണം. എന്ത് വേണം? ഖുഷി കെ സാത്ത് രഹ്താത. അപ്പോൾ എന്തൊക്കെ എഴുതി? ബിസ്ക്കറ്റ് ഗാന പസന്ദിത, പങ്കേക്കെ നീച്ചെ സോത്താത, നീതു കെ സാത്ത് കേൾത്താത, ഖുഷി കെ സാത്ത് രഹ്താത. അപ്പോൾ വരികൾ കിട്ടിയല്ലോ കൂട്ടുകാരെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പേജ് നോക്കുകയാണ്. അടുത്തത് ഇതാ ഒരു ആകാശത്തിൻ്റെ ചിത്രമൊക്കെ, ഒരു രാത്രിയുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്താണ്? പരിചിത ശബ്ദവും പർ ഗോല ലഗായേ. അപ്പോൾ ഒരു ചെറിയൊരു കവിത പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് പറയാണ്, ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾ മുന്നേ അറിഞ്ഞിട്ടുള്ള വാക്കുകളുടെ മുകളിൽ ഗോലാലകായെ വൃത്തം വരയ്ക്കാനാണ്. എന്നിട്ട് ആ വാക്കുകൾ ഇവിടെ വിട്ടുപോയോർത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. രാത്ത് കാ സമയത, രാത്ത് എന്ന വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. രാത്രി നമ്മുടെ നീതു ഉറങ്ങുമ്പോൾ, അപ്പോൾ രാത്രി എന്നുള്ള വാക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും വരച്ചു. രാത്ത് കാ സമയത എന്ന് പറഞ്ഞാൽ രാത്രി ആയിരുന്നു, രാത്രി സമയമായിരുന്നു. നീതു കെ ഹാത്തുമേ കിതാബ് ദി, നീതുവിൻ്റെ കയ്യിൽ കിതാബ് ഉണ്ടായിരുന്നു, പുസ്തകമുണ്ടായിരുന്നു. അപ്പോൾ നീതു എന്നത് പരിചയമുള്ള വാക്കാണ്, അതിന് ഗോള വരയ്ക്കുക. കിതാബ് എന്നതും പരിചയമുള്ളതാണ്. അടുത്ത് നീതു ഗർ കെ ബാഹർ ദി, നീതു വീടിന് പുറത്തായിരുന്നു. ഗർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാഹർ എന്നും പഠിച്ചിട്ടുണ്ട്. അമ്മ ചായ് ലേക്കറായി, അമ്മ ചായ കൊണ്ടുവന്നു. അമ്മ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചായ നമുക്കറിയാം. പിന്നെ നീതു ഖുഷ് ഹുയി, നീതുവിന് സന്തോഷമായി. ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമുക്ക് പരിചയമുള്ളത് അല്ലേ. അപ്പോൾ ആ വാക്കുകൾ ഇവിടെ എടുത്ത് എഴുതിക്കോളൂ. രാത്ത്, നീതു, കിതാബ്, ഗർ, ബാഹർ, അമ്മ, ചായ്, ഖുഷ്. അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങൾ കിട്ടിയല്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മുടെ നായക്കുട്ടിയുടെ പല ഭാവങ്ങളും പല ഫോട്ടോസും കാണിച്ചിട്ടുണ്ട്. പടേ ഔർ സംജേ, നമ്മൾ ഇത് വായിച്ച് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഒന്നാമത് നമ്മുടെ പിള്ള എന്ന് എഴുതിയിട്ടുണ്ട് റൗണ്ടിൽ. ഇനി ആദ്യത്തെ പിക്ചറിൽ എന്താണ്? പിള്ള ഉറങ്ങുന്നു. ഉറങ്ങുന്നതിന് എന്താ പറയുക? സോത്താഹേ. അപ്പോൾ പിള്ള സോത്താഹേ. രണ്ടാമത്തെ പിള്ള ഫുഡ് കഴിക്കുന്നു. അപ്പോൾ പിള്ള ഖാത്താഹേ, പിള്ള കഴിക്കുന്നു. മൂന്നാമത്തത് പിള്ള എന്താണ്? ബോൾ കളിക്കുന്നു. കളിക്കുക എന്നതിന് എന്താ പറയുക? ഖേൽത്ത. അപ്പോൾ പിള്ള ഖേൽത്താഹേ. അത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ചിത്ര ദേക്കേ ലിഖേ, ഇവിടെ താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. പിള്ള ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഗേൽത്ത എന്നും ഖാത്ത എന്നും സോത്ത എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും വിട്ടുപോയ ഭാഗത്ത് എഴുതേണ്ടത്? യെസ്, ഖാത്ത എന്നാണ് കേട്ടോ. ഖാത്ത എന്ന് പറഞ്ഞാൽ കഴിക്കുന്നു, ഇത് ഭക്ഷണം കഴിക്കുന്നു. കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നീതു കാ പില്ല കൈസാദ. നീതുവിൻ്റെ നായ്ക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? ആൻസർ, ചോട്ട ഔർ ലംബി പൂഞ്ചുവാല. ചെറുതും അതുപോലെ നീളമുള്ള വാലുള്ളതുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പില്ലേക്ക് താടി കാ രംഗ് ക്യാത. പിള്ളയുടെ താടിയുടെ നിറമെന്ത്? ആൻസർ, ഭൂരെ. അടുത്ത ക്വസ്റ്റ്യൻ, പിള്ള കൈസേ ഗിർത്താത. പിള്ള എങ്ങനെയാണ് വീഴുക? ഗഡെ ഗഡെ ഗിർ പടുത്താത. അടുത്ത ക്വസ്റ്റ്യൻ, പിള്ളേക്ക മൂഞ്ച് കൈസാദ. പിള്ളയുടെ മീശ എങ്ങനെയുണ്ടായിരുന്നു? ആൻസർ, ബുരേ ദാടി ഔർ കാലി മൂഞ്ചിത. എന്താണ്? തവിട്ട് നിറമുള്ള താടിയും കറുത്ത മീശയുമായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും പാഠം മനസ്സിലായോ? ഞാൻ പറഞ്ഞു തന്ന മീനിങ്സും ക്വസ്റ്റ്യൻസും ഒക്കെ പഠിക്കണം. അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പാഠത്തിൻ്റെ അവസാനമുള്ളൊരു പേജിൽ ഓരോ പാഠത്തിൻ്റെയും മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ വീഡിയോ കാണുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.